ഇന്ത്യൻ നിർമ്മിത പീരങ്കി ഷെല്ലുകൾ യുക്രൈനിലേക്ക് മാറ്റുന്നതിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തെ തടയുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വാർത്ത ഇപ്പോൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു അന്താരാഷ്ട്ര മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്ത, ഇന്ത്യൻ ആയുധ നിർമ്മാതാക്കൾ വിറ്റ പീരങ്കി ഷെല്ലുകൾ യൂറോപ്യൻ ഉപഭോക്താക്കൾ ഉക്രൈനിലേക്ക് കയറ്റി അയക്കുന്നു. ഈ വെടിമരുന്ന് കൈമാറ്റം ഒരു വർഷത്തിലേറെയായി തുടരുകയാണ് എന്നും മോസ്കോയിൽ നിന്ന് ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും ഇത് തടയാൻ ഇന്ത്യൻ സർക്കാർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുമായിരുന്നു വാർത്ത. ഇതിനെതിരെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഊഹക്കച്ചവടമാണ് എന്നും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആയുധ വ്യാപനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ബാധ്യതകളോട് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് ഇന്ത്യ എപ്പോഴും പാലിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നും അതിൻ്റെതായ ശക്തമായ കയറ്റുമതി നിയമങ്ങൾ ഇന്ത്യ പാലിക്കുന്നുണ്ട് എന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ കുറിച്ചോ ഇന്ത്യയുടെ ഈ പ്രസ്താവനയെ കുറിച്ചോ റഷ്യയുടെ മോസ്കോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരുന്നു. അതായത് ഇന്ത്യൻ ആയുധ കയറ്റുമതി നിയന്ത്രണങ്ങളിൽ നിയുക്ത വാങ്ങുന്നയാൾക്ക് ആയുധങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നു. കൂടാതെ ഏതെങ്കിലും അനധികൃത കൈമാറ്റം ഭാവി വിൽപ്പനയെ അപകടത്തിലുമാക്കും. അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങുന്നവർ മൂന്നാം രാജ്യങ്ങളിലേക്ക് അത് അയക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. എന്നാൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യയും ഉക്രൈനിൽ പീരങ്കി വെടിമരുന്നിന്റെ കുറവ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. ഉക്രൈനിൽ ഉപയോഗിക്കുന്ന വെടിമരുന്നിന്റെ ഒരു ചെറിയ അളവ് ഇന്ത്യ നിർമ്മിച്ചതാണ്. ഇത് കൈവിറക്കുമതി ചെയ്ത മൊത്തം ആയുധങ്ങളുടെ 1% താഴെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇറ്റലിയും ചെക്ക് റിപ്പബ്ലിക്കുമാണ് ഉക്രൈനിലേക്ക് ഇന്ത്യൻ വെടിമരുന്ന് അയക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ജൂലൈയിൽ ഇരു രാജ്യങ്ങളെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടെ 2 തവണയെങ്കിലും മോസ്കോ ഡൽഹിയോട് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യയും റഷ്യയും പരമ്പരാഗതമായി തന്നെ ഊഷ്മളമായ ഒരു ബന്ധം പങ്കിടുന്ന 2 രാജ്യങ്ങളാണ്. റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും മോസ്കോ ഡൽഹിയുടെ ഒരു പ്രധാന വ്യാപാര പ്രതിരോധ പങ്കാളിയായി തന്നെ തുടരുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരൻ. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി തുടരുന്നതും റഷ്യയാണ്. ഡൽഹിയുടെ ആവശ്യങ്ങളുടെ 60% വിതരണം ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ്. എന്തായാലും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്ത ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ റഷ്യ ഇപ്പോഴും ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.